2014 മാർച്ച് 27 വിജയഭേരിയുടെ പുതിയ കഥകൾ മുഴക്കി വന്ന ലിവർപൂളിന്റെ ക്യാപ്റ്റൻ സ്റ്റീവൻ ജെറാർഡ് പന്തുമായി ചെൽസിയുടെ ഡെംബാവയുടെ മുന്നിൽ കാൽവഴുതി വീഴുന്നു. അവസരം മുതലെടുത്ത ഡെംബാവെ ലിവർപൂൾ പോസ്റ്റിൽ നിറയൊഴിച്ചു. കാലങ്ങളുടെ അവസാനങ്ങളുടെ കഥ ആരംഭിക്കുകയായിരുന്നു. 1.5 പതിറ്റാണ്ടിലേറെ ലിവർപൂൾ എന്നാൽ ജെറാർഡ് എന്നുള്ള ചൊല്ലിൻ്റെ കഥ പതിയെ അവിടെ അവസാനിക്കുകയാണെന്ന് 1.5 പതിറ്റാണ്ടുകൾക്കുള്ളിൽ അയാളിലൂടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളും സന്ദേഹങ്ങളും കണ്ട ഒരു ജനത വേദനയോടെ മനസ്സിലാക്കി. മാസങ്ങൾക്ക് ശേഷം അയാൾക്കൊരിക്കൽ കൂടി പിഴച്ചു. അയാളുടെ മിസ്ഹെഡ് ക്ലബിലെ കൂട്ടുകാരൻ സുവാരസ് മുതലാക്കിയതോടെ ഇംഗ്ലണ്ടിൻ്റെ ലോകകപ്പ് സ്വപ്നങ്ങൾ അവസാനിക്കുകയായിരുന്നു. അതോടെ അയാൾ ഇംഗ്ലീഷ് കുപ്പായം അഴിച്ചു. 1 വർഷത്തിന് ശേഷം പ്രിയപ്പെട്ട ആൻഫീൽഡിന് അന്തിമ ചുംബനം നൽകി അയാൾ തൻ്റെ പ്രിയപ്പെട്ട ആരാധകർക്ക് വിട ചൊല്ലി നടന്നകന്നു. 1000 നെടുവീർപ്പോടെ ലിവർപൂൾ ജനത ജെറാർഡിനെ ഓർത്തു. കാൽപാദങ്ങൾ വളഞ്ഞു ജനിക്കുന്ന ക്ലബ് ഫൂട്ട് എന്ന ജനിതക രോഗത്തോടെ ജനിച്ച ബാലൻ അവൻ നടക്കുമോ എന്ന സംശയം മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നു. ആശുപത്രി കിടക്കയിൽ ആ കുഞ്ഞു ബാലൻ ജീവിതത്തിൻ്റെ ആദ്യ വർഷങ്ങൾ ചിലവഴിച്ചത്. ശസ്ത്രക്രിയകളും വേദനകളുടെയും കാലത്തിന് പതിയെ അവസാനമായപ്പോൾ കുഞ്ഞ് ജെറാർഡ് പന്തു തട്ടിത്തുടങ്ങി. 8-ാം വയസ്സിലാണ് അയാൾ ലിവർപൂൾ ഫുട്ബോൾ ക്ലബിലെത്തുന്നത്. 18-ാം വയസ്സിൽ സീനിയർ അരങ്ങേറ്റം. പിന്നീട് 15 വർഷങ്ങൾ ലിവർപൂൾ ആരാധകരുടെ ചിന്തകളെ, ജീവിതത്തെ, സന്തോഷങ്ങളെ അത്രയേറെ സ്വാധീനിച്ച മറ്റൊരാളില്ല. തോൽവികളെ ഇഷ്ടപ്പെടാത്തവൻ, വിജയത്തിനായി അവസാന നിമിഷം വരെ പോരാടിയവൻ, കളിക്കാരെയും കാണികളെയും ഒരുപോലെ ഉത്തേജിപ്പിച്ചവൻ. ലിവർപൂളിൻ്റെ 2000ങ്ങളുടെ കഥയെല്ലാം എഴുതുന്നത് ജെറാർഡിലൂടെയാണ്. AC മിലാനോട് 3 ഗോളിന് പുറകിലായ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ. നിരാശയോടെ കളി അവസാനിച്ചെന്ന് കളിക്കാരും കാണികളും കരുതിയെടുത്ത് ലിവർപൂളിനായി ക്യാപ്റ്റൻ ജെറാർഡ് നിറയൊഴിച്ചു. തങ്ങൾക്കായി ആർത്തു വിളിക്കാൻ അയാൾ കാണികളോട് ആവശ്യപ്പെട്ടു. ലിവർപൂൾ എക്കാലത്തെയും തിരിച്ചുവരവിൻ്റെ ഐതിഹാസിക കഥ പാടി. ഇത്രയേറെ വർഷങ്ങൾക്കിപ്പുറവും അവർ യൂറോപ്പിൻ്റെ നെറുകയിലെത്തി. ലിവർപൂൾ തെരുവുകൾ ജെറാർഡിൻ്റെ പേരുച്ചരിച്ച് പൊട്ടിത്തെറിച്ചു. ആദ്യത്തേതായിരുന്നില്ല, അവസാനത്തേതും. 2003 മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തോൽപ്പിച്ച് ലിവർപൂൾ ലീഗ് കപ്പ് നേടിയപ്പോൾ ആദ്യ ഗോൾ ജെറാർഡിൻ്റേതായിരുന്നു. 2006 FA കപ്പ് ഫൈനലിൽ 2 തവണയാണ് അയാൾ വെസ്റ്റ് ഹാമിനെതിരെ നിറയൊഴിച്ചത്. അതും തോൽവിയുറപ്പിച്ച സമയത്ത് എക്സ്ട്രാ ടൈമിൽ 35 വാര അകലെ നിന്ന് അത്ഭുത ഗോൾ നേടി ടീമിനെ ഒരിക്കൽ കൂടി തിരികെ കൊണ്ടുവന്നു. 2007 7 മത്സരങ്ങളിൽ തുടർച്ചയായി ലിവർപൂളിനായി ജെറാർഡ് നിറയൊഴിച്ചു. തൻ്റെ കരിയറിലേറെയും അയാൾ കളി മെനയുന്നവനായിരുന്നു. എന്നാൽ ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, ഡിഫൻസീവ് മിഡ്ഫീൽഡർ, അങ്ങനെ ഒരുപാട് പൊസിഷനുകളിൽ അയാൾ കളിച്ചിരുന്നു. ബെനിറ്റ്സ് അയാളെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലും ഡീപ്പ് ലൈങ് പ്ലേ മേക്കറായും ഉപയോഗിച്ചു. ആൻഫീൽഡിൽ നിന്ന് അയാൾ നടന്നകന്നത് ഒരേയൊരു നഷ്ടബോധത്തോടെയാണ്. ഒരു പ്രീമിയർ ലീഗിൽ മുത്തമിടാൻ അയാൾക്ക് ഭാഗ്യമുണ്ടായില്ല. അയാളുടെ സ്ലിപ്പിൽ അവർക്ക് പ്രീമിയർ ലീഗ് നഷ്ടപ്പെടുത്തിയെന്ന ചിലയിടത്തു നിന്നുണ്ടായ കുറ്റപ്പെടുത്തലുകളുടെ വേദന ജീവിതം മുഴുവൻ പേറിക്കൊണ്ട്. ലിവർപൂളിന് ജെറാർഡ് വെറുമൊരു ലെജൻഡായിരുന്നില്ല, ഒരു തലമുറയിലെ അവരുടെ ഏറ്റവും മികച്ച പ്ലെയർ മാത്രമായിരുന്നില്ല. ഹി വാസ് ആൻ ഇമോഷൻ, ഹി വാസ് ദ ലൈഫ്, ഹി വാസ് ദ ഫുട്ബോൾ.